ഇപ്പോൾ വരുന്നൊരു വാർത്ത മുഖ്യമന്ത്രിക്ക് ബോംബ് ഭീഷണി എന്നുള്ളതാണ്. എഡിഎമ്മിൻ്റെ ഓഫീസിലാണ് കത്ത് കിട്ടിയത്. പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് കത്തയക്കുന്നതെന്നാണ് പരാമർശം. കുഴിബോംബുകൾ വയ്ക്കും, കുഴിബോംബ് വയ്ക്കുമെന്നാണ് കത്തിൽ പറയുന്നത്. ശ്യാം, ഈ കത്തിൻ്റെ ആധികാരികത പരിശോധിക്കുന്നുണ്ടോ? തൃക്കാക്കര പോലീസ് കേസെടുത്തോ വിഷയത്തിൽ? അശ്വി, തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ എഡിഎമ്മിന്റെ ഓഫീസിലാണ് ഈ കത്ത് ലഭിക്കുന്നത്. തുടർന്ന് എഡിഎമ്മിന്റെ ഓഫീസിൽ നിന്ന് ഇന്ന് ഈ കത്ത് തൃക്കാക്കര സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. കത്ത് പരിശോധിച്ചപ്പോഴാണ് അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടെ ബോംബ് വെക്കുമെന്ന പരാമർശമുള്ളത്. കുഴിബോംബ് വെക്കുമെന്നൊക്കെ പരാമർശങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് കത്തയക്കുന്നതെന്നും ഭരണത്തെ നശിപ്പിച്ചു എന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ ആ കത്തിലുണ്ട്. അതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ഇത് എവിടെ നിന്ന് അയച്ച കത്താണ് എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ സീൽ ഉൾപ്പെടെ വ്യക്തമല്ല. ഏതായാലും അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ യോഗം തൃക്കാക്കരയിൽ നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സുരക്ഷ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഗൗരവമായ അന്വേഷണം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഹാഷ്മി. അല്ല, ഇത് പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംശയിക്കേണ്ടത് ശ്യാം? ഇത് കത്ത് ആധികാരിക വെറുതെ ഇപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്ത പലരും പല പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്നുള്ളതാണോ, അതോ അതിലപ്പുറം ഗൗരവത്തിൽ കാണേണ്ടതാണ് എന്ന് പറയുന്നുണ്ടോ പോലീസ്? ഹാഷ്മി, പോലീസ് ഇപ്പോൾ പറയുന്നത് ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ അത് വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായതിനാൽ സ്വാഭാവികമായും കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അത് ആരയച്ചതാണെന്നുള്ള വ്യക്തമല്ലാത്തതിന് അതേ ഗൗരവത്തിൽ, ഒരു ബോംബ് ഭീഷണി എന്നുള്ള ഗൗരവത്തിൽ തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ ഈ കത്തിനെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഉൾപ്പെടെ ഇനിയുള്ള ചടങ്ങുകളിൽ, അതായത് എറണാകുളം ജില്ലയിൽ 4 സ്ഥലങ്ങളിൽ നടക്കുന്ന ആ ചടങ്ങുകളിലും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ഗൗരവപരമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതായാലും കത്ത് വന്ന സാഹചര്യം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാവോയിസ്റ്റ് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു, അത്തരത്തിൽ ഒരു മാവോയിസ്റ്റ് കൊല ഉണ്ടായി എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പ്രതികാരം തീർക്കുമെന്നൊക്കെ അവർ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കരുത്ത് ഉള്ളവരല്ല അവരെങ്കിലും. അതുമായുള്ള ബന്ധം സംശയിക്കുന്നുണ്ടോ പോലീസ് ഇതിലൊക്കെ, പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ശ്യാം? പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്കെതിരായിട്ട് വന്ന ഒരു ഭീഷണി കത്താണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും നിലവിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് പോലീസ് ഉള്ളത്. കത്തിന്റെ ഉറവിടം, അത് സീലിൽ ഉൾപ്പെടെ എവിടെ നിന്ന് അയച്ചു എന്നുള്ളത് വ്യക്തമല്ല. എഡിഎമ്മിന്റെ ഓഫീസിലാണ് കത്ത് വന്നത്. അതുകൊണ്ട് തന്നെ എഡിഎം ആ കത്ത് പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം മുഖ്യമന്ത്രി ജില്ലയിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ കത്ത് ആരയച്ചു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ള അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സുരക്ഷ കൂടി കർശനമാക്കുക എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കത്തിനെ പോലീസ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇതൊരു തമാശ കത്തായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി എത്തുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചപ്പോൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പോലീസ് ആലോചിച്ചു വരികയാണ് കാശ്മീർ. ഈ കത്ത് ഏത് സോഴ്സിൽ നിന്ന് വന്നതാണ് എന്നതിൽ പോലീസിൻ്റെ ഒരു സാധാരണ പരിശോധന രീതി എങ്ങനെയാണ്? അത് എത്ര സമയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ശ്യാം? സാധാരണഗതിയിൽ പോസ്റ്റൽ രീതിയിൽ വരുന്ന ഒരു കത്താണെങ്കിൽ അത് എവിടെ നിന്ന് അയച്ചു എന്ന് കണ്ടെത്തുന്നത് എളുപ്പമാണ്. പക്ഷേ ഈ കത്തിൽ പോലീസ് പറയുന്ന ഒരു കാര്യം എഡിഎമ്മിന്റെ ഓഫീസിൽ വന്നതാണ്. അവിടെ നിരവധി ദിവസം കത്തുകൾ വരുന്നതാണ്. അതിൽ വന്ന ഒരു കത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ വിവരമുള്ളത്. പക്ഷേ ഇതിൽ സീല്, അത് എവിടെ നിന്ന് അയച്ചു എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗൗരവമായി തന്നെ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അവർ നൽകുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ആ കത്ത് ഉള്ളത് തൃക്കാക്കരയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലാണ്. കേസ് അന്വേഷണം നടക്കുന്നത് തൃക്കാക്കര സിഐയുടെ നേതൃത്വത്തിലുമാണ് കാശ്മീർ. എറണാകുളം എഡിഎമ്മിൻ്റെ ഓഫീസിലാണ് ഒരു കത്ത് വന്നത്. കത്തിൽ പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് പരാമർശം. കുഴിബോംബ് വയ്ക്കും എന്നുള്ളതാണ് ഭീഷണി. അപ്പോൾ സ്വാഭാവികമായും ഈ കത്ത് എത്രത്തോളം ഗൗരവത്തിലുള്ളതാണ്, ആ കത്തിൻ്റെ എത്രത്തോളം സാധൂകരിക്കാൻ കഴിയുന്ന, സ്ഥിരീകരിക്കാൻ കഴിയുന്ന കത്താണ് എന്നുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ഒരു സ്വാഭാവിക പ്രക്രിയ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുമുണ്ട്. എന്തായാലും കത്തെഴുതിയത് ആര് എന്ന വിവരം കൂടി പുറത്തേക്ക് വരട്ടെ.